നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ദീർഘകാലത്തിന് ശേഷം ഗ്രഹങ്ങൾ തമ്മിൽ സംക്രമിക്കുന്നതും ഭാഗ്യനിർഭാഗ്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളും പരീക്ഷണ കാലയളവും ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലൊരു സംക്രമണം നടക്കാൻ പോവുകയാണ്. 12 വർഷത്തിന് ശേഷം വ്യാഴവും ശുക്രനും മേടം രാശിയിൽ ഒരുമിച്ച് ചലിക്കുന്ന സമയമാണിത്. വളരെ അപൂർവമായ ഈ സംക്രമണം എല്ലാ രാശിക്കാരിലും വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഈ സമയത്ത് ചില പ്രത്യേക രാശിക്കാരിൽ ധാരാളം നേട്ടങ്ങൾ തുടരെ ഉണ്ടാവും. ധാരാളം സമ്പത്തും സമൃദ്ധിയുമെല്ലാം ഈ രാശിക്കാരെ തേടിയെത്തും. കുബേര യോഗം പോലെയുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആ രാശിക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയാൻ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗത്തിന് സാധിക്കും. വളരെയധികം നല്ല കാര്യങ്ങൾ നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അത് നിങ്ങളെ സാമൂഹികമായി നല്ല നിലയിലെത്തിക്കും. അന്തസ്സും ആദരവും വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നൊന്നായി നിങ്ങൾക്ക് ലഭിക്കും. വ്യാപാരികളാണെങ്കിൽ ഏറ്റവും മികച്ച ലാഭവും വരുമാനവുമെല്ലാം ലഭിക്കുന്നതിനുള്ള വഴിയൊരുങ്ങും. വിദേശത്ത് ബിസിനസ് ഉള്ളവരാണെങ്കിൽ ശുഭവാർത്തകൾ കേൾക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ ഗണ്യമായ പുരോഗതിയുണ്ടാവും. തൊഴിലിടങ്ങളിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പലവിധ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. അതുപോലെ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളും നിങ്ങളെ തേടിയെത്തും. മേടക്കൂറിൽ ജനിച്ചവർക്ക് ഇത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളുള്ള സമയമായിരിക്കും. ഈ സമയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജീവിതത്തിൽ ചില വെല്ലുവിളികളെ നേരിടേണ്ടതായി വരും. വളരെ കാലമായി പുതിയ ഒരു ജോലി തേടുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും സാധിച്ചേക്കും. മോശപ്പെട്ട ജീവിതശൈലി മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനിടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കും. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതും റിസ്ക്കുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതും ഒഴിവാക്കണം. പ്രണയ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമൂലം മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചേക്കാം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തുടരും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവരുടെ 11ാം ഭാവത്തിലായിരിക്കും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം നടക്കുന്നത്. ഇത് മിഥുനം രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെ സമ്മാനിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. അതുപോലെ തൊഴിൽ സാധ്യതകളും ശോഭനമായിരിക്കും. പ്രണയ ജീവിതവും അതോടൊപ്പം മെച്ചപ്പെടും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനങ്ങൾ ധാരാളം ലഭിക്കും. ജോലികൾ മാറ്റിവയ്ക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യരുത്. ചില പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് പറഞ്ഞു നടക്കുകയോ കൂടുതൽ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ എതിരാളികൾ അതിനെ തടസ്സപ്പെടുത്താനിടയുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടുംബാംഗങ്ങളുടെ പിന്തുണയില്ലാതെ വരുന്നത് നിങ്ങളെ വിഷമിപ്പിക്കും. സ്വന്തമായി വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധരാകരുത്. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേരിയ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ നിലയിലായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പുണർദം അവസാനകാൽ ഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംയോജനം നിങ്ങളുടെ ജീവിതം രാജകീയമാക്കും. വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിവിധ മേഖലകളിൽ നിന്നും ഏറ്റവും നല്ല അവസരങ്ങൾ തന്നെ ഈ രാശിക്കാരെ തേടിയെത്തും. സാമൂഹികമായി ആദരവും അന്തസ്സും വർദ്ധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കും. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ പിന്തുണ എല്ലായ്പ്പോഴും ഉണ്ടാവും. ധാരാളം ശുഭകരമായ വാർത്തകൾ കർക്കിടകൻ രാശിക്കാരെ തേടിയെത്തുന്ന കാലയളവ് കൂടിയായിരിക്കും ഇത്. നിങ്ങൾക്ക് ഭാഗ്യവും ഭാഗ്യാനുഭവങ്ങളും ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത്. ബിസിനസ്സിൽ നിന്നും ധാരാളം ലാഭം നേടാൻ കഴിയും. എന്നാൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകളും വർദ്ധിക്കും. തൊഴിൽ സംബന്ധമായി ദീർഘദൂര യാത്രകൾ ഉണ്ടാകാനിടയുണ്ട്. നിങ്ങളുടെ യാത്രകളെല്ലാം ആഗ്രഹിച്ച ഫലം നൽകും.
യാത്രയ്ക്കിടെ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ഭാവിയിൽ ഗുണം ചെയ്യും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ലഭിച്ചേക്കാം. പ്രധാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. ഉപരിപഠനത്തിനോ ജോലിക്കോ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി മുമ്പോട്ട് പോകും. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ ഏറ്റവും ശുഭകരമായ സമയമാണിപ്പോൾ. തുലാം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് വ്യാഴവും ശുക്രനും വന്നു ചേരുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ കാലയളവിൽ വളരെയധികം മികച്ചതായിരിക്കും. ദമ്പതിമാർ തമ്മിലുള്ള സ്നേഹവും പൊരുത്തവും വർദ്ധിക്കും. നിങ്ങളെ തേടി ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ വന്നെത്തും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. സമ്പത്തും സമയവും ശ്രദ്ധാപൂർവം ഫലപ്രദമായി വിനിയോഗിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്തപക്ഷം തെറ്റുകൾ സംഭവിക്കാനോ കൃത്യസമയത്ത് പൂർത്തിയാകാതിരിക്കാനോ സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. ഈ സമയത്ത് അനുകൂലമായ സ്ഥലം മാറ്റമോ പുതിയ ഉത്തരവാദിത്വമോ ലഭിച്ചേക്കാം. വിദേശത്ത് ജോലിക്കും ബിസിനസ്സിനും വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ വാർത്തകൾ ലഭിക്കും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചേക്കാം. പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കണം. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ധാരാളമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. വ്യാഴവും ശുക്രനും ചേരുന്നതോടെ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. ഈ സമയത്ത് ധനപരമായി ഈ രാശിക്കാർ കരുത്തരാവും. ഈ സമയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾക്ക് ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടാവും. സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരും ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവരും അതാത് രംഗത്ത് മുൻപരിചയമുള്ള വ്യക്തികളിൽ നിന്നും അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ തന്നെ ലഭിച്ചേക്കും. ബിസിനസ് പാർട്ട്ണറെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പണമിടപാടുകൾ വളരെ ജാഗ്രതയോടെ നടത്തണം. നിങ്ങളുടെ പ്രണയ ജീവിതം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. കൂടാതെ ചില വിഷയങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.